സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കാണിച്ച ചില വൃത്തികേടുകളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ നിരന്തരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ്. അത് കണ്ടപ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് മുഖ്യമന്ത്രി ആവട്ടെ, സാധാരണക്കാരനാവട്ടെ, ആക്രി പറക്കുന്നവനാവട്ടെ, തെങ്ങ് കയറാൻ പോകുന്നവനാവട്ടെ, ആരാവട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ, ആരോ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനാവട്ടെ, ഒരു മനുഷ്യന് യോജിച്ച പണിയല്ല. ഈ ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു പോലീസ് ജീപ്പാണ് ഇത് കിടക്കുന്നത്. പിണറായിയുടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയൻ്റെ വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടാണ്. അത് ചെറിയ റോഡായതുകൊണ്ട് ഒരു സൈഡിലെ ഡോറ് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ആ സൈഡിലൂടെ വേണം അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും. മറ്റേ സൈഡിലെ ഡോറ് മതിലിനോട് ചേർത്തിട്ടിരിക്കുക. ഇപ്പുറത്തൊരു ഫൈബർ കസേര ഇട്ടിട്ടുണ്ട് ഈ പോലീസുകാർക്ക് വെയിലില്ലാത്തപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ജീപ്പുകൾ ഉണ്ടാവണ പോലെയാണോ? ഒരു പോലീസ് ജീപ്പ് തന്നെ അവിടെ തന്നെ സമാന്തര സ്റ്റേഷൻ പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതിൽ ക്യാമ്പ് ഓഫീസിന് വേണ്ട സൗകര്യങ്ങളൊന്നുമില്ലാതെ അവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇത് പിന്നെ 10 വർഷത്തോളമായി ഊഴം വെച്ചിട്ട് 2 പോലീസുകാർ 24 മണിക്കൂർ അവിടെ കാവലിരിക്കുകയാണ്. അപ്പോൾ തന്നെ മുമ്പേ നാട്ടിലെ വില നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ CCTV ഒക്കെ ഉള്ള കാലമാണ്. പോലീസ് സ്റ്റേഷനിലിരുന്ന് CCTVയിലൂടെ നിരീക്ഷിക്കാൻ പറ്റും. അവിടുത്തെ ഓരോ നിമിഷത്തെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ പറ്റും. അവിടെ പോലീസുകാർ പോയിട്ട് ഈ ആഡംബരം കാണിക്കാൻ വേണ്ടി, ഞാൻ വലിയ മഹാരാജാവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ജീപ്പ് അതിൻ്റെ മുമ്പിൽ കൊണ്ട് ഇടുകയും പോലീസുകാരെ ഈ വെയിലും മഴയും കൊള്ളിച്ച് അവിടെ നിർത്തുകയും ചെയ്യേണ്ട കാര്യമില്ല. എനിക്കറിയാം, കഴിഞ്ഞ വർഷം ഒരു സൈബർ കേസുമായിട്ട് ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ കൊടുത്ത ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് സൈബർ പോലീസ് കൂടെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോഴുള്ള ബുദ്ധിമുട്ട്. അവരെ ബൊലേറോ വണ്ടി, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള സൈബർ ടീമിനൊക്കെ ഇന്നോവ ക്രിസ്റ്റ ഉൾപ്പെടെയുള്ള നല്ല കാറുകൾ കൊടുക്കണം. AC ഇല്ല, ഒന്നുമില്ല. 2 റോ, പിന്നെ മുമ്പിലത്തെ റോയിൽ 2 പേർക്ക് ഇരിക്കാം. അതിൽ CI SI ഇരുന്നു, SI വണ്ടി ഓടിക്കുന്നു. സെക്കൻഡ് റോയിൽ 3 പേർക്കാണ് ഇരിക്കാവുന്നത്. ഞങ്ങൾ കുത്തി നിറച്ച് 4 പേരിരുന്നു. അതിൻ്റെ പിന്നിലുള്ളത് സൈഡിലേക്ക് നോക്കിയിട്ടുള്ള സീറ്റാണ്. പണ്ടത്തെ നമ്മുടെ ജീപ്പിനൊക്കെ ഉള്ള മഹീന്ദ്ര ജീപ്പിനൊക്കെ ഉള്ള പോലെ. ഇത്രയും ദൂരം അങ്ങനെ ഇരുന്ന് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ ഞാനുമായിട്ട് നല്ല രീതിയിൽ ഞാൻ സഹകരിക്കുകയും നല്ല രീതിയിൽ വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് അവരെന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെക്കൻഡ് റോയിൽ സീറ്റിലിരിക്കാൻ സമ്മതിച്ചു. ക്ലാസ് തുറന്നിട്ട് വേണം പോകാൻ. AC പോലും വർക്ക് ചെയ്യുന്നില്ല, ഒന്നുമില്ലാതെ ഉള്ളത്. അങ്ങനത്തെ ജീപ്പിനാണ് ഇയാൾക്ക് സുരക്ഷാ പ്രശ്നം ഇയാളുടെ വീടിന്. കാരണം നാട്ടുകാർക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. എപ്പോഴാണ് ആൾക്കാർ കല്ലെറിയുക എന്നുള്ളത് അറിയില്ല. സ്വന്തം നാട്ടിൽ വിലയില്ല, സ്വന്തം നാട്ടിൽ അംഗീകാരമില്ല, സ്വന്തം നാട്ടുകാരെ പേടിയാണ്. നാട് മുഴുവൻ പേടിപ്പിച്ച് നടക്കുമ്പോഴും ഒരു പിടിച്ച കടാരിയുടെ ഇടയിലൂടെ നടന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ 10-40 കാറിൻ്റെ അകമ്പടികളും കൂടി സഞ്ചരിച്ചിരുന്നത്. എന്നിട്ട് സ്വന്തം ഇവർ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ താമസിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ആളില്ലാത്ത വീടിന് വരെ കാവല് പോലീസുകാർ പിന്നെ ഗ്രേഡ് SIയുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിൽ 6 പോലീസുകാരാണ് അവിടെ റെസിഡൻറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടാകുക. അവർ മാറിയിട്ടാണ് നിൽക്കുക. ചിലപ്പോൾ പിണറായി സ്റ്റേഷനിലെ പോലീസുകാർ ഉപയോഗിക്കാറുണ്ട്. ഒരേ സമയം 2 പോലീസുകാർക്കും ഒരു SIക്കുമാണ് ഡ്യൂട്ടി. ഒരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 3 പേര്, മൊത്തം 6 പേര്. അത് SIയും 2 പിന്നെ സീനിയർ സിവിൽ ഓഫീസേഴ്സും വെച്ചിട്ട് 3 പേര്. ഇതിൻ്റെ ബാറ്ററി ആണെങ്കിൽ ആരോ അടിച്ചെടുത്ത് കൊണ്ടേ, അതിനുപോലും കവല പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. പാവങ്ങൾ വെയിലും കൊണ്ട് നടന്നപ്പോൾ എപ്പോഴെങ്കിലും അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടാവും. 2014 മോഡൽ KL1 BR 9569 ജീപ്പാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. പെരുമഴയത്തും കൊടും ചൂടിലും ഒക്കെ ജീപ്പിനുള്ളിൽ കഴിച്ചു കൂടുകയാണ് ഇവർ. ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല, അവിടെ ഒരു ശൗചാലയ സൗകര്യമില്ല. ഒന്ന് പിന്നെ ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടുകാരെ സഹായം വേണം, അവിടെ പോയിട്ട് വേണം പോകാൻ. അതിന് തന്നെ എത്ര ബുദ്ധിമുട്ടാണ്. പിന്നീട് അവിടെ ഒരു മാവേലി സ്റ്റോർ, ത്രിവേണി മാവേലി മാർക്കറ്റ് തുടങ്ങപ്പോഴാണ് അവിടെ പോകാനുള്ള സൗകര്യം കിട്ടിയത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിലാണെങ്കിൽ അപ്പം ഞാനോ നിങ്ങളോ മുഖ്യമന്ത്രിയായി നോട്ടും. അങ്ങനെ നമ്മളുടെ വളർന്ന വീടിന്, നാട്ടിലെ വീടിന് സംരക്ഷണം വേണം. നമ്മൾ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ താമസിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഗേറ്റ് ആദ്യം തുറന്നിട്ട് അതിൻ്റെ താക്കോൽ ആ SIമാരുടെ അടുത്ത് ഏൽപ്പിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, വൃത്തികേടാക്കരുത്. നിങ്ങൾ എപ്പോഴും ജീപ്പിൽ തന്നെ ഇരിക്കേണ്ട. വെയിലത്ത് ജീപ്പ് അറിയാലോ, വെയിലും കൊണ്ട് കഴിഞ്ഞാൽ ഈ ജീപ്പ് തന്നെ ചൂടായിട്ട് വേണം അതിൻ്റെ ഉള്ളിലിരിക്കാൻ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പുറത്ത് ഒരു കസേര ഇട്ടിട്ടിരിക്കാൻ പിന്നെ ഫൈബർ കസേര ഫോട്ടോയ്ക്കകത്ത് കാണുന്നുണ്ട്. നമ്മൾ പറയില്ല, നിങ്ങൾ ആ സിറ്റ് ഔട്ടിലെ കസേര ഇട്ടിട്ടിരുന്നോ, പിന്നെ നിങ്ങൾക്ക് ഒന്ന് കിടക്കണം തോന്നിയാൽ അവിടെ പോയി കിടന്നോ. അതല്ല, നമ്മൾ അടുക്കളയിൽ കൂടെ വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ വല്ലതും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, പാചകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കവിടെ പോയിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചോ. നിങ്ങളെ വീട് പോലെ സൂക്ഷിക്കണം. വീട് മൊത്തം തുറന്നു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടേതായ രഹസ്യങ്ങളുണ്ടാവും, നമ്മുടേതായ പല രേഖകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് തുറന്നു കൊടുക്കണം എന്നല്ല പറഞ്ഞത്.
പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ലേ നമ്മൾ? വീട്ടിൽ പട്ടിയെ വളർത്തണമെങ്കിൽ അത്ര മാനിയായിട്ട് നോക്കും. ഔട്ട് ഹൗസ് ഇല്ലാന്ന് കൂട്ടിക്ക്, ഔട്ട് ഹൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തുറച്ച് ചെയ്യാലോ, ആ വീട്ടിലെ സിറ്റ് ഔട്ട് യൂസ് ചെയ്യാലോ, അവിടെ പോയിട്ടിരിക്കാമല്ലോ. അവർക്ക് വീടിന് കാവലുമായി ഇവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുകയും ചെയ്യാം. അവിടെ പിന്നെ സീലിംഗ് ഫാൻ ഇല്ലെങ്കിൽ ഒരു സീലിംഗ് ഫാൻ അവിടെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചോ, അനാവശ്യമായിട്ട് കറണ്ട് കളയരുത്, ഇല്ലാത്ത സമയത്ത് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉത്തരവാദിത്തത്തോടുകൂടിയേ ചെയ്യില്ലേ? 2 ബാച്ചിൽ 2 ഷിഫ്റ്റിലുണ്ട്. അവർക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നി അവർക്ക് ഉണ്ടാക്കി കുടിച്ചൂടെ? ഒരു ടോയ്ലറ്റിനുള്ള സൗകര്യം ഉണ്ടാക്കൂലേ? കോടിക്കണക്കിന് രൂപ മാസപ്പടിയും കിസക്കപ്പടിയും കിട്ടിയ കഥയുണ്ടല്ലോ. ടോയ്ലറ്റ് പുറത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ഉണ്ടാക്കിക്കൂടെ? അല്ലെങ്കിൽ വേണ്ടെന്നേ, ഇത്രയും സർക്കാർ ജനങ്ങളൊക്കെ വിട്ട പൈസ കട്ടുമുടിച്ച സ്ഥിതിക്ക് അവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടി ഒരു ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരുമെങ്കിലും എതിർക്കുമോ? എത്രയാണെന്ന് എഴുതിയിട്ട് ഒരു ആവശ്യത്തിന് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് മറ്റു വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക പാവങ്ങളെ? അവരെന്ത് തെറ്റാ ചെയ്തത്? അവരുടെ പ്രൈവസി നഷ്ടപ്പെടുകയല്ലേ? അവരുടെ അയലോക്കക്കാരൻ മുഖ്യമന്ത്രിയായിപ്പോയി എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അവർ കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ മോശപ്പെട്ട രീതിയാണ്. തുടർന്നുള്ള മുഖ്യമന്ത്രിമാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഈ രീതിയിൽ രാജാവ് പ്രജ എന്ന രീതിയിൽ ആളുകളെ കാണരുത്. ഇത് രാജഭരണത്തിൻ്റെ കാലഘട്ടമല്ല. നിങ്ങൾ ജനസേവകരാണ്. പോലീസുകാരെ നിങ്ങൾ മനുഷ്യരായിട്ടാണ് കാണേണ്ടത്. AC പോലും ഇല്ലാത്ത ജീപ്പ് നല്ല ചൂടത്ത് നിർത്തിയിട്ട് എന്ത് കാര്യമല്ലേ? ഗ്ലാസ് തുറന്നിട്ട് കാറ്റിട്ടാൽ ചൂട് കാറ്റല്ലേ? മേളിൽ നിന്നും ചൂട്, എന്നിട്ട് ഡ്യൂട്ടിക്കിടുക. അല്ലെങ്കിൽ എന്തത്ര വലിയ നാട്ടുകാരെ പേടിക്കാനല്ലേ? ഇഷ്ടം പോലെ ശത്രുക്കൾ ഉണ്ടെന്ന് എഴുതിയിട്ട് ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടന്നതല്ലേ? ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി ഒന്നും ഇല്ലെങ്കിലും ചുറ്റും ഒരുപാട് പേര് എൻ്റെ ജീവന് വേണ്ടി കൊതിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പിന്നെ ഞാൻ ചത്ത കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ നടക്കാനും പോകണ്ട, എല്ലാവരും പോകണ്ടല്ലോ. എന്നെ 2 വീലറിലെടുത്ത് എല്ലാ വഴിക്കും കറങ്ങുന്നുണ്ടല്ലോ. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാനൊക്കെ ബാക്കിയുള്ളവർക്ക് സൗകര്യമുള്ള ആൾക്കാരാണ്, പ്രതാപികളാണ്, പണമുള്ളവരാണ്, ആധിപത്യമുള്ളവരാണ്, അധികാരമുള്ളവരാണ് അപ്പുറത്തുള്ളത് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് വേണ്ട. ഈ പാർട്ടിയിൽ DYFലൊക്കെ പ്രവർത്തിച്ചപ്പം രാത്രി പിന്നെ യോഗം കഴിഞ്ഞ് കിലോമീറ്ററുകളോളം നടന്നു പോയിട്ടുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോഴാണ് ഇയാൾ വലിയോർത്താനം പറയുകയും ചെയ്യുക ഒരു വശത്ത്. അതാണ് പറയുന്നത്. ഈ പാണ്ഡ്യാല ഷാജിയൊക്കെ പറയുന്നത് ശരിയാ. ഇയാൾ യഥാർത്ഥത്തിൽ ഭീരുവാണ്, മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ആളാണ്. ആ പോലീസുകാരെ മനുഷ്യരായിട്ട് കാണണം. അവർക്ക് വേറെ ഏതെങ്കിലും വല്ല ക്ലറിക്കൽ പിന്നെ LDC ആയിട്ടോ ഒക്കെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് ഈ സർവീസിൽ നിന്ന് ഉള്ള സീനിയോറിറ്റി നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, 10 വർഷം സർവീസിലുണ്ടെങ്കിൽ അവർ രാജിവെച്ചിട്ട് ആ പണിക്ക് പോകുവർ. എന്നിട്ട് ഊരിപ്പിടിച്ച വാളിൻ്റെ കഥ ഇങ്ങനെ പറയും. എത്ര വലിയ വൃത്തികളാണ് കാണിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ പിന്നെ ചെയ്തത് ഈ 10 വർഷം ആ പോലീസുകാരോട് കാണിച്ചത് കടുത്ത അനീതിയാണ്. ആ അയൽക്കാരോട് കാണിച്ചത് അങ്ങേയറ്റം വൃത്തികളാണ്. കാരണം അവർക്ക് അവരുടെ വീട്ടിലെ അവരുടെ പ്രൈവസി നഷ്ടപ്പെടുകയാണ്. പോലീസുകാർക്ക് മനുഷ്യർ വരുമ്പം എല്ലാവരും ഇയാളെ പോലെയാണോ? കടക്ക് പുറത്തുനിന്ന് പറയുമോ? ചേച്ചി ചേട്ടാ അല്ലെങ്കിൽ മോനെ ഒന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ വനിതാ പോലീസ് ഉണ്ടെങ്കിൽ അവർക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ വരെ ടോയ്ലറ്റ് വേണം. ആ പുരുഷന്മാർക്ക് പിന്നെ അത് വേണ്ട, ഒരു മതിലിൻ്റെ ചെരുവിൽ നിന്നാൽ മതി. ആരെങ്കിലും നോ പറയുമോ? ഇയാളെ പോലെ മനുഷ്യത്തില്ലാത്തവരാണെങ്കിൽ പറയും പറ്റില്ല, കടക്ക് പുറത്ത്, നീ വേറെ എവിടെയും പോയിക്കോ, നിന്റെ വീട്ടിൽ പോയി കാര്യം സാധിച്ചോ എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും പറയില്ല. അങ്ങനെ പറയുന്നവൻ മനുഷ്യനല്ല. ഇന്നിപ്പോൾ എനിക്കൊരാളെ അയച്ചു തന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നതേ ഉള്ളൂ. രാവിലെ നിങ്ങളുടെ മുമ്പിലെത്തുള്ളൂ. ഇപ്പം ഞാൻ രാത്രിയാണിത് പിന്നെ റെക്കോർഡ് ചെയ്തത്. എന്തായിരുന്നാലും ഇത്തരം അനുഭവങ്ങൾ ഇനി ഒരു പോലീസുകാർക്കും ഒരു മനുഷ്യനും പിന്നെ അയൽക്കാർക്കും ഒരു മന്ത്രിമാരുടെയും അയൽക്കാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് ഈ മന്ത്രിസഭ ജാഗ്രത കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ലാൽസലാം.